മൂർച്ചയുള്ള നാവും തേച്ചു മിനുക്കിയ ചിന്തയുമാണ് സമകാലികരായ കോൺഗ്രസുകാർക്കിടയിൽ വി ഡി സതീശനെ എന്നും വേറിട്ട് നിർത്തിയത്. നിയമസഭയിലേക്ക് വീണ്ടും വി ഡി സതീശൻ എത്തുമ്പോൾ കോൺഗ്രസിനകത്തും UDF-നുള്ളിലുമായി എടുത്ത നിലപാടുകളുടെ സ്വീകാര്യതയാണ് വടശ്ശേരിൽ ദാമോദരൻ സതീശനെ തേടിയെത്തിയ ഈ മുഖ്യമന്ത്രി പദം. എറണാകുളം ജില്ലയിലെ നെട്ടൂരിൽ വടശ്ശേരി ദാമോദരമേനന്റെയും വി വിലാസിനിയമ്മയുടെയും മകനായി ജനനം. നെട്ടൂർ SVVP സ്കൂളിൽ പ്രൈമറി വിദ്യാഭ്യാസം, പനങ്ങാട് സ്കൂളിൽ ഹൈസ്കൂൾ വിദ്യാഭ്യാസം, നിയമബിരുദധാരി. വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെയാണ് വി ഡി സതീശന്റെ രാഷ്ട്രീയ പ്രവേശം. തേവര സേക്രഡ് ഹാർട്ട് കോളേജിലെ ആർട്സ് ക്ലബ്ബ് സെക്രട്ടറിയുടെ റോളിലായിരുന്നു തുടക്കം. MG കേരള സർവകലാശാലകളിൽ യൂണിയൻ കൗൺസിലറായിരുന്ന സതീശൻ 1986-87 കാലത്ത് MG സർവകലാശാല യൂണിയൻ ചെയർമാനുമായി. NSU ദേശീയ കമ്മിറ്റി സെക്രട്ടറി സ്ഥാനവും വഹിച്ചു. സംസ്ഥാനത്തെമ്പാടും ഓടി നടന്ന പ്രസംഗ മത്സരങ്ങളിലും ഡിബേറ്റുകളിലുമെല്ലാം സമ്മാനങ്ങൾ വാരിക്കൂട്ടിയൊരു വിദ്യാർത്ഥി ജീവിതകാലത്തിന്റെ തുടർച്ചയായിട്ടായിരുന്നു സതീശന്റെ രാഷ്ട്രീയ ജീവിത തുടക്കം. 1996 വടക്കൻ പറവൂരിൽ തോറ്റുകൊണ്ടായിരുന്നു തെരഞ്ഞെടുപ്പ് ജീവിതത്തിന്റെ തുടക്കവും. പക്ഷേ ഒരിക്കൽ തോൽപ്പിച്ച നാടിന്റെയാകെ ഹൃദയം കവർന്ന സതീശൻ 2001 മുതൽ ഇങ്ങോട്ട് വടക്കൻ പറവൂരിന്റെ പര്യായമായി മാറി. 2001 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥി KM ദിനകരനെ 7792 വോട്ടുകൾക്ക് തോൽപ്പിച്ച് ആദ്യമായി നിയമസഭയിലെത്തി. 2006, 2011, 2016 പിന്നീട് ഇങ്ങോട്ട് 2021 26 ഇതേ മണ്ഡലത്തിൽ വിജയം ആവർത്തിച്ചു. 12ാം നിയമസഭയിൽ കോൺഗ്രസ് വിപ്പ് സ്ഥാനം വഹിച്ചിരുന്ന സതീശൻ അന്യസംസ്ഥാന ലോട്ടറിക്കെതിരായ രാഷ്ട്രീയ സംവാദങ്ങളിലൂടെ കൂടുതൽ ശ്രദ്ധ നേടി. മൂർച്ചയുള്ള നാവും തേച്ചുമിനുക്കിയ ചിന്തയുമാണ് കോൺഗ്രസുകാർക്കിടയിൽ നിന്നും വി ഡി സതീശനെ എന്നും വേറിട്ട് നിർത്തിയത്. കോൺഗ്രസിന്റെ എന്നല്ല, മുന്നണിക്കതീതമായി തലയെടുപ്പുള്ള നേതാക്കൾ ഏറെ പേർ സഭയിലുണ്ടായിരുന്ന കാലത്തും ആഴത്തിലുള്ള അറിവുകൊണ്ടും അളന്നുകുറിച്ച വാക്കുകൾ കൊണ്ടും സഭയിലെ ഐക്യമുന്നണിയുടെ മുഖമായി സതീശൻ മാറി. സതീശന്റെ നാവിന്റെ മൂർച്ചയേറിഞ്ഞ എതിരാളികളുടെ പട്ടികയാകട്ടെ VS അച്യുതാനന്ദൻ മുതൽ M സ്വരാജ് വരെ നീളും. ആശയസമ്പന്നനായ കോൺഗ്രസുകാരനായിരിക്കുമ്പോഴും പാർട്ടിയിലെ തെറ്റുകൾക്കെതിരെ ശബ്ദമുയർത്താനും BD എന്ന രണ്ടക്ഷരം ഒരിക്കലും മടിച്ചിരുന്നില്ല. ഹരിത രാഷ്ട്രീയം പറഞ്ഞും സമുദായ സംഘടനകളോട് അമിതവിധേയത്വം പുലർത്തുന്ന നേതൃത്വത്തിനുമെതിരെ വിരൽ ചൂണ്ടിയപ്പോഴും കോൺഗ്രസിനകത്തും പുറത്തും ആരാധക വൃന്ദത്തെ രൂപപ്പെടുത്താൻ കുറഞ്ഞ കാലം കൊണ്ട് സതീശനായി. നിലപാടുകളിലെ ഈ സ്ഥൈര്യമാണ് സതീശനെ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് എത്തിച്ചതും. 2026 16ാം നിയമസഭയിലേക്ക് VD നടന്നു കയറുമ്പോഴും കോൺഗ്രസിനകത്ത് സ്വീകരിച്ച നിലപാടുകളാണ് VDയെ മറ്റ് നേതാക്കളിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത്. വിജയത്തിന് പിന്നാലെ മുഖ്യമന്ത്രി ആരെന്നതിൽ തട്ടി കോൺഗ്രസിനകത്തും തലങ്ങും വിലങ്ങും ചർച്ചകൾ നടന്നപ്പോഴും സതീശൻ ക്യാമ്പിന് ആത്മവിശ്വാസത്തിന് ഒട്ടും കുറവില്ലായിരുന്നു. ചർച്ചകൾക്കൊടുവിൽ നാടകീയമായി ജനസ്വീകാര്യതയിലേക്ക് ഒന്ന് നിലകൊണ്ടപ്പോഴാണ് VD എന്ന ചുരുക്കപ്പേര് ചിലർക്കെല്ലാം മോഹഭംഗമേൽപ്പിച്ച് മുഖ്യമന്ത്രി പദത്തിലേക്ക് നടന്നു കയറിയത്. ജനം, തിരുവനന്തപുരം.